എന്താ തുള്ളുന്നേ? ഇനി ഏപ്രിലിൽ ഞാൻ എന്തായാലും പഠിക്കാൻ പോണില്ല. தாண்டவங்கள் தீப்படிக்க வாலி போல வாழெடுக்க வீர சூர வேட்டையாட போற കണ്ടുമുട്ടി നാം വഴിയരികിൽ മൂന്ന് ഹൃദയങ്ങളും ഒരു മനസ്സും സ്നേഹിതം നാം കൂടെ പിറപ്പുകൾ ഓരോ വളവിലും ലോകമന്വേഷിച്ച് ചങ്സാണ് ഗൈസ് അത്. എന്താ തുള്ളുന്നേ? ഞാൻ ഉച്ചക്ക് പോകുന്നു ഫ്രണ്ട്സ് ലെറ്റർ എഴുതി കൊടുത്തിട്ട്. സ്കൂള് പൂട്ടിയില്ലേ? എന്റെ സ്കൂള് പൂട്ടി, എന്റെ സ്കൂള് പൂട്ടിയിട്ടുണ്ട്. വെക്കേഷൻ സ്റ്റാർട്ട്. ഹാപ്പി അല്ലേ? മോളൊന്ന് നേരത്തെ എണീറ്റു കേട്ടോ. ഇന്ന് സ്കൂള് പൂട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല ഹാപ്പി ആയിട്ടാണ്. ഇന്ന് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സിമ്പിൾ സിമ്പിൾ അല്ല, ഈസി പീസി ലെമൺ സ്ക്വീസി. ഞാൻ പണ്ട് പറയല്ലോ. ഓക്കെ, എന്നാ വീട്ടിക്ക് പോയാലോ? ഹാപ്പി അല്ലേ? വാ. എനിക്ക് പിന്നെ പറ്റൊന്നും വേണ്ട. ഫ്രണ്ട്സ് അങ്ങനെ സ്കൂള് പൂട്ടിയിരിക്കുന്നു. പക്ഷെ എനിക്ക് ക്ലാസ് കഴിഞ്ഞിട്ടാണ് സ്കൂള് പൂട്ടിയത്. എനിക്ക് മെയ് 5-ാം തീയതി സ്കൂള് തുറക്കും. വെക്കേഷൻ ക്ലാസ് ആണ്. 7:30 മുതൽ 11:30 വരെ അനൗൺസ് ചെയ്തു. 7:30 മുതൽ 11:30 വരെയാണ് വെക്കേഷൻ ക്ലാസ്. മെയ് 5-ാം തീയതി ആണോ തുടങ്ങണേ? മെയ് 5-ാം തീയതി. അപ്പം ഇന്ന് ഗൈസ്, ഇന്ന് 27th മാർച്ച് ആണ്. ഇതിന്റെ പ്രത്യേകത അറിയാത്ത ആരും ഈ കേരളത്തിലില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എമ്പുരാൻ റിലീസ് ചെയ്യാണ് ഗൈസ് ഇന്ന്. ഞങ്ങൾ ഫസ്റ്റ് ഷോയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ബെറ്റർ ടു ഫോണൊന്നും ഓപ്പൺ ആക്കാതിരിക്കുന്നതാണ് നല്ലത്. റീൽസ് എടുത്ത് ഞാൻ കഥ ഇങ്ങനെ വരുന്ന വഴി അറിയില്ല, ടിസ്റ്റൊക്കെ ഇങ്ങനെ പൊളിയണ വഴി. ഞങ്ങൾ ഇതുവരെ ഫോണൊന്നും നോക്കിയിട്ടില്ല കേട്ടോ, അതായത് യൂട്യൂബ് അങ്ങനത്തെ. പക്ഷെ പപ്പ ഫേസ്ബുക്ക് നോക്കിയായിരുന്നു. ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പം നോക്കിയായിരുന്നു. ഇങ്ങനെ 300 വഴി അടിക്കും ഉറപ്പായിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാളെ കമന്റ് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പൊ പറഞ്ഞു അത് രസമുണ്ട്, വേറെ ഒന്നും നോക്കണ്ടെന്ന് പറഞ്ഞു. ദിയക്കാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി അല്ലേ? അതെ, 2 മാസം എക്സാം കഴിഞ്ഞല്ലോ. ഇനി ദിയമ്മക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് ക്ലാസ് നടന്നുകൊണ്ടിരിക്കാണ്. വെക്കേഷൻ പറയാൻ പറ്റില്ല. എന്തൊക്കെയാ പഠിക്കേണ്ടതെന്നും പഠിപ്പിക്കേണ്ടതെന്നും പഠിക്കാനൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങളോട്. അസൈൻമെന്റ് ഞാൻ നേരത്തെ ചെയ്ത് വെച്ചു. ഇനി ഏപ്രിലിൽ ഞാൻ എന്തായാലും പഠിക്കാൻ പോണില്ല ഫ്രണ്ട്സ്. മെയിലേ ഞാൻ പഠിക്കുള്ളൂ. ഫുഡ് എടുക്കട്ടെ? ചിക്കൻ രാവിലെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. ചിക്കൻ ഗ്രേവി മാത്രമേ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ ആയിട്ടില്ലായിരുന്നു. പോവാം. ഫ്രണ്ട്സ്, അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. അപ്പം ഞങ്ങൾക്ക് ചെറിയൊരു ഷൂട്ട് ഉണ്ട്. 4 പേജ് എടുക്കാനുണ്ട് ഞങ്ങൾക്ക് ഷൂട്ട്. ഞാൻ അങ്ങനെ റീൽസ് കണ്ടോണ്ടിരിക്കുന്നു. മാർക്കല്ലല്ലോ എമ്പുരാന്റെ എന്തെങ്കിലും വരുമ്പോ ഞാൻ വേഗം സ്ക്രോൾ ചെയ്ത് വിടും. റീൽസ് തുറന്നു കഴിഞ്ഞാ ഫ്രണ്ട്സ്, അപ്പം ഞാൻ ഉടനെ കഴിഞ്ഞു. എനിക്ക് വെള്ളം കുട്ടായി. അപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഷൂട്ട് എടുക്കുകയാണ്. അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് കാണാം. ഫ്രണ്ട്സ്, ഷൂട്ട് കഴിഞ്ഞു. ഞാനില്ലേ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വിചാരിച്ചതാണ് എനിക്ക് പഠിക്കണമല്ലോ. പക്ഷേ സ്കൂള് പൂട്ടി. ശരിക്കും നമ്മളുണ്ടല്ലോ സ്കൂള് പൂട്ടിന അന്നാണ് ഏറ്റവും കൂടുതൽ രസം അല്ലേ ദൈവം? അല്ലേ? ആ ഒരു രസം പിറ്റേ ദിവസം കിട്ടില്ല. പക്ഷെ സ്കൂള് പൂട്ടി വരുമ്പോ ഉണ്ടാവണ ഒരു സന്തോഷം അത് വേറൊരു സന്തോഷം തന്നെയാണ്. കാരണം എക്സാം കഴിഞ്ഞു, നമ്മൾ ഇന്നലെ വരെ പഠിച്ചുകൊണ്ടിരിക്കും കാരണം ആ സമയത്തൊക്കെ. പക്ഷെ സ്കൂൾ വിട്ട് വന്നു പിന്നെ നമ്മൾ പെട്ടെന്ന് ഒന്ന് ബുക്ക് ചെയ്തോടാതൊക്കെ എന്താ പിന്നെ സ്കൂളിൽ പോകാനൊരു തോന്നല് വരും. ഇതില്ലേ എൻ്റെ ഒരു ഫ്രണ്ട് ഇഷ തന്നതാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇഷ എന്ന് പറയണ കുട്ടി. ഇഷ തന്നതാണ്. ഇന്ന് ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നതാണ്. നല്ല പാക്കിങ്ങും ഒക്കെയാണ്.
I love you, Ritika. We all are. ഞാൻ പൊട്ട് തൊട്ടിട്ടുണ്ട് guys. പൊട്ട് തൊട്ട പൗർണമി തൊട്ട് തൊട്ട് നിൽക്കാവി പൂത്തുലഞ്ഞു നിന്നോ താരകൾ. 1 മണിക്കൂർ കൊണ്ടുള്ള ഗൈസ് എമ്പുരാൻ. ഫ്രണ്ട്സ് ഞാൻ റെഡി ആയിരിക്കുന്നു. അപ്പം എമ്പുരാൻ കാണാൻ പോവാം ഗൈസ്. ഇറങ്ങിക്കോ എനിക്ക് മോളെ. ടാറ്റാ ബൈ ബൈ. എമ്പുരാനെ. Guys, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഫാൻ ഷോയ്ക്ക് പോകണമെന്നുണ്ടായിരുന്നു രാവിലെ. പക്ഷെ അതിന് ഫുള്ള് കൂക്കലായിരിക്കും, അതുകൊണ്ട് സംഭാഷണം ഒന്നും കേൾക്കൂലെന്നാ പപ്പ പറഞ്ഞേക്കണത്. പക്ഷെ അതിൽ അത് എനിക്ക് പറ്റിയ ഷോ ആണ്. എന്താ വെച്ചാൽ ഫുള്ള് കൂക്കലായിരിക്കും. ഞാൻ വേറെ ഒരാളെ കേൾപ്പിക്കാൻ സമ്മതിക്കൂല കോൺവെർസേഷൻസ്. ചാമ്പയ്ക്ക കുറച്ച് കണ്ടുമുട്ടി നാം വഴിയരികിൽ മുങ്ങുന്നു ഹൃദയങ്ങളും ഒരു മനസ്സും സ്നേഹിതം നാം കൂടെ പിറപ്പുകൾ ഓരോ വളവിലും ലോകമന്വേഷിച്ച് യാത്ര തുടങ്ങുന്നു. ഗൈസ് ഞാൻ ടിക്കറ്റ് എടുക്കട്ടെ, പോയിട്ട് നല്ല തിരക്കാ. യാത്രയും ചിരികളും അന്തമില്ലാത്ത ആകാശത്തിനിടയിൽ നമ്മുടെ സ്വപ്നങ്ങൾ തേടി ദിവസങ്ങൾ കടന്നു പോകുന്നു. ഗൈസ് ഓപ്പൺ നമ്മളെ സീറ്റ് പോകില്ല ബുക്ക് ചെയ്തുകൊണ്ട്. ഞങ്ങൾ ഈ തിയേറ്ററിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക്. എന്റെ ശബ്ദം നിങ്ങളെല്ലാവരും ശരിക്കും കേട്ടോളൂ. ഇറങ്ങി വരുമ്പോ ഞാൻ വേറെ ശബ്ദത്തിലേക്ക് വരും. നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ ജീവിതത്തിൻ മഹത്തായ യാത്ര, ജീവിതം ഒരു സാഹസം, ഞങ്ങളുടെ കൂടെ കാണാൻ വാ. ഓരോ ദിനവും ഓരോ യാത്രകൾ, നിങ്ങളും ഞാനും ഞങ്ങളുടെ യാത്രയിൽ ചേരൂ. ലോകത്തെ ഞങ്ങളുടെ കണ്ണുകളിലൂടെ കാണൂ. ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ സീറ്റിലിരുന്നു, കാപ്പി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര തിരക്ക്, കാരണം ഞങ്ങൾ വന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് തുടങ്ങിയിട്ട്. എന്താണ് എല്ലാ തിയേറ്ററും 3 തിയേറ്ററും തിയേറ്റർ ഫുൾ കേട്ടിട്ട് ബുക്ക് ചെയ്യണ്ടോ? ഫ്രണ്ട്സ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഒന്നും പറയാനില്ല, അടിപൊളി. ഇംഗ്ലീഷും ഒക്കെ പാടെ കൂടി വന്നില്ലേ. അർജുമാമനോ കേട്ടത് ഒന്നും മിണ്ടണ്ടാവും. അർജുമാമനെ ഈ ചെവിയിലിട്ട് വെച്ചിട്ട് എയർപോർട്ട് വെച്ചിട്ട് മിണ്ടരുതാ ഓടി. ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ സിനിമ കഴിഞ്ഞ് ഇറങ്ങി. ആരും അടിച്ചു വിടൊന്നും വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. അടിപൊളി സിനിമയാണ്, പോയി കാണണം. അതെ, തിയേറ്റർ എക്സ്പീരിയൻസ് മൂവി തന്നെയാണ് ഗൈസ്. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണാൻ നോക്കുക. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂക്കാൻ ആൾക്കാരൊന്നും ഉണ്ടാവില്ല. അപ്പം ആസ് സൂൺ ആസ് പോസിബിൾ നിങ്ങൾ കാണാം. പിന്നെ ആരെങ്കിലും വന്ന് കഥ പറയുന്നത് ചെവിയിൽ ഹെഡ്ഫോൺ വെച്ച് ഇങ്ങനെ ഇരിക്കുക ഗൈസ്. ആര് പറയുന്നതും കേൾക്കരുത്. അതെ, ഇന്റർവ്യൂ അല്ലല്ലോ, എന്താ റിവ്യൂ പോലും നോക്കാതെ നിങ്ങൾ പോകണം. ഒന്നും നോക്കരുത്. ഇൻസ്റ്റാഗ്രാം തുറക്കുകയായിരുന്നു കാണുന്ന വരെ. പറഞ്ഞു തരികയാണെങ്കിൽ പറയണ്ട, ഞങ്ങൾ തിയേറ്ററിൽ പോയി പറഞ്ഞു കഴിയാനാകുമ്പോഴേക്കും ഇതാണ് എമ്പുരാന്റെ കഥ എന്ന് പറയും. ചിലവരങ്ങനെ ഉണ്ട്. മാർക്കോന്റെ കഥ എന്നോട് ഒരാൾ അങ്ങനെ പറഞ്ഞേ. ദിയമോളെ ഡിന്നർ ഇന്ന് ഫ്രൂട്ട്സ് ആണ് കേട്ടോ, എല്ലാവരുടെയും അല്ലേ. തിയേറ്ററിൽ നിന്ന് പോപ്കോൺ കഴിച്ചിട്ട് വിശക്കണില്ല.
ഫ്രണ്ട്സ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. എല്ലാവരും സിനിമേന്റെ ഹാങ് ഓവറിൽ ഇരിക്കുകയാണ്. പിന്നെ എന്താ എന്റെ കൊരവള്ളി എന്തോ പ്രശ്നം വന്നിട്ട് പുറത്തേക്ക് എന്തൊക്കെ വരുന്നുണ്ട്. സിനിമ നല്ല സിനിമയായിരുന്നു. പിന്നെ കുറച്ച് ഇന്റർനാഷണൽ ലെവൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കൊന്നും ചിലപ്പോൾ ആ ഭാഗം മനസ്സിലായിക്കോളുന്നില്ല. ലൂസിഫർ നാട്ടിൽ നടക്കുന്ന കഥയല്ലേ, ഇത് കുറച്ച് വിദേശമൊക്കെ ആയതുകൊണ്ടുള്ള വ്യത്യാസമുണ്ട്. പിന്നെ കുറെ ഹിന്ദി ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം കുറവാണ്. മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് സബ്ടൈറ്റിൽ ഉണ്ട്, നമുക്ക് കഥ മനസ്സിലാവും. സബ്ടൈറ്റിലും സിനിമയിലൂടെ ഉണ്ട്. മലയാളികളെല്ലാം മലയാളം തന്നെയാണ് പറയുന്നത്. ഇംഗ്ലീഷുകാരുണ്ട് അതിനകത്ത് കുറെ. അടിപൊളി പടമായിരുന്നു. നമ്മളെ മലയാളപ്പഴമായി തോന്നില്ല, കണ്ടു കഴിഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സിനിമയൊക്കെ കാണുന്ന ഒരു ഫീൽ ഉണ്ട്. അങ്ങനത്തെ സിനിമയായിരുന്നു. തിയേറ്ററിൽ തന്നെ എല്ലാവരും പോയി കാണണം. തിയേറ്ററിൽ നിന്ന് കണ്ടാലേ ഇത് അടിപൊളി ആവുള്ളൂ അല്ലെ. അവിടുത്തെ കയ്യടിയും മോഹൻലാലിന്റെ ഓരോ എൻട്രിയിലും ഉള്ള കയ്യടിയുണ്ട്. സ്റ്റീഫൻ നെടുമ്പള്ളി വരുമ്പോഴും ഒരു കയ്യടിയുണ്ട്, ഖുറേഷി ഇബ്രാഹിം വരുമ്പോഴും കയ്യടിയുണ്ട്. പിന്നെ പൃഥ്വിരാജ് വരുമ്പോ ഒരു കയ്യടിയുണ്ട്, മഞ്ജു വാര്യർക്ക് ഒരു കയ്യടിയുണ്ട്. അങ്ങനെ 4-5 കയ്യടികൾ ഉണ്ട്. നമ്മളൊക്കെ പോവുന്നു. മോഹൻലാല് മുണ്ടെടുത്തൊരു വരവുണ്ട്. ആ വരവില് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വെക്കേഷൻ ആണ് ഗൈസ്. ഒരു മാസം, എനിക്ക് 1 മാസം 10 ദിവസമാണ് വെക്കേഷൻ ഉള്ളത്. നമുക്ക് 2 മാസം ഉണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.